ഹായ് ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ വിരുന്ന് പോകാൻ പോവാണ്. അപ്പോൾ വെക്കേഷനൊക്കെ തീരാറായി. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടെ പോകാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എപ്പോൾ നോക്കിയാലും വിരുന്ന് പോവാണ്. അല്ല കേട്ടോ, കാരണം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരു 2 വീക്സൊക്കെ ആയി. അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. സോ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, നമുക്ക് പനി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ സഹകരിക്കാം. അപ്പോൾ നമ്മൾ ഫൈനലി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അപ്പോൾ അതാ എന്നെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ പേടിച്ച ആൾ ഓടിപ്പോയി. അല്ല പിന്നെ ഗൈസ്, അപ്പം ഞാനൊരു സർപ്രൈസ് കൊടുക്കണം എന്നാട്ടെ കരുതിയത്. പക്ഷേ എൻ്റെ അമ്മ അത് മോചിപ്പിച്ചു ഗൈസ്. ഇമ്മ രാവിലെ തന്നെ മേമാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ സർപ്രൈസൊക്കെ മോചിപ്പാളിപ്പോയി. അപ്പോൾ അവിടേക്ക് എത്തിയൊക്കെ തന്നെ താത്ത നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോറി, ജ്യൂസാണ് ഗൈസ്. പിന്നെ അവിടുത്തെ കണ്ണാടിയുടെ മുന്നിൽ ഞാൻ കുറച്ച് ഷോയൊക്കെ ഇറക്കി. അത് പിന്നെ നിർബന്ധം, കണ്ണാടി കണ്ടാൽ ഞാൻ വെറുതെ വിടില്ല ഗൈസ്. ഒരു മഴയൊക്കെ പെയ്ത് പോയപ്പോൾ അവിടെ കാണാൻ ഭയങ്കര രസമാണ്. പോട്ടെ. പിന്നെ നമുക്ക് ഭയങ്കര ഹയറും ബർക്കത്തൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്നേക്കിന് ഭയങ്കര മഴ പെയ്തു ഗൈസ്. എന്താ ചെയ്യുക, എസ്പെഷ്യലി അവിടെ മഴ പെയ്യുന്ന കാണാൻ ഭയങ്കര രസമാട്ടോ. കാരണം കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മല, അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. സോ അവിടെ മഴ പെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര നാടൻ ഫുഡായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാ കിടക്കണം ഒരുത്തിന് ഇവിടെ വെട്ടിക്കൊല്ലന് തിരക്കിലാണ് ഗൈസ്. ആരൊക്കെ നല്ലോണം വെട്ടിക്കൊല്ലനുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈവനിങ് നല്ല ചൂടുള്ള കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും കുടിച്ചു. അതും നല്ല തണുത്ത നല്ല ഹെവി റെയിനിൽ ഇത് കഴിക്കാൻ ഭയങ്കര സെറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ കസിൻസ് അവിടെ ഷട്ടിൽ കളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കരുതി ഒന്ന് ഇറങ്ങി നോക്കിയാലും നമുക്ക് കളിക്കാനൊന്നും അറിയില്ല. നമ്മളോട് കളി നമ്മൾ ചാലഞ്ചൊക്കെ ഏറ്റെടുത്ത്. അപ്പോൾ ഇത്രയുള്ളൂ.